ദൈവത്തിന് മഹത്വം. ഉപന്യാസ വിഷയം സുവിശേഷം. സുവിശേഷം എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം സുവിശേഷത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യനിൽ പാപബോധം ഉളവാകൂ, മാനസാന്തരം ഉളവാകൂ. അതുകൊണ്ട് തന്നെ സുവിശേഷം എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. സുവിശേഷം എന്നാൽ സദ്വാർത്ത അല്ലെങ്കിൽ നല്ല വാർത്ത എന്നാണ് അർത്ഥം. തിരുവെഴുത്തുകളിൽ സുവിശേഷത്തെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അത് ആകുന്നു എൻ്റെ സുവിശേഷം. 2 തിമോഥെയോസ് 2:8. സുവിശേഷത്തിലൂടെ ഒരു മനുഷ്യന് മാനസാന്തരം ഉളവാകുന്നു. ഈ ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പലർക്കും കഴിഞ്ഞേക്കാം. എന്നാൽ മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന് പാപമോചനം നൽകുവാൻ, മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകുവാൻ, മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ സുവിശേഷത്തിന് അല്ലാതെ മറ്റ് യാതൊന്നിനും കഴിയുന്നതല്ല. സുവിശേഷം വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു, സ്വീകരിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നാമും സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുന്നു. നാം സുവിശേഷത്തിൻ്റെ പങ്കാളിയായി തീർന്നാൽ നാം പുതുതായി ജനിക്കേണ്ടത് ആവശ്യമാണ്. ഒരുവൻ വചനത്താൽ ജനിച്ചതിനെ ആകുന്നു പുതുതായി ജനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മിലൊരു പുതിയ മനുഷ്യൻ ഉരുവായി വളർന്ന് പക്വത പ്രാപിക്കണമെങ്കിൽ പഴയ മനുഷ്യന് മരണം സംഭവിച്ചിരിക്കണം. അതുകൊണ്ട് സുവിശേഷം സ്വീകരിക്കുവാൻ മുമ്പോട്ട് വരുന്നവർ യേശുവിനോട് കൂടെ അവൻ്റെ മരണത്തിന് പങ്കാളികളാകാതെ സുവിശേഷം സ്വീകരിക്കുവാൻ കഴിയുന്നതല്ല. അതിനാൽ നമ്മുടെ പാപ സ്വഭാവത്തിന് ഒരു മരണം സംഭവിക്കണം. അതിനുശേഷം മാനസാന്തരത്തിൽ പുതുതായി ജനിക്കുകയും ചെയ്യണം. മാനസാന്തരത്തിന് ശേഷം ജലസ്നാനം ആവശ്യമാണ്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ ചേരുവാനാണ് സ്നാനം സ്വീകരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള വചന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരും ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല. പ്രിയ ദൈവമക്കളെ, നാം സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവർ ആയിരിക്കണം. സുവിശേഷത്തിലൂടെ മാത്രമേ നമുക്ക് പാപബോധം ഉളവാകൂ. ആ സുവിശേഷത്തെ മുറുകെ പിടിച്ച് നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.